നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെൻറ്റിൽ പ്രതിപക്ഷം വലിയ ബഹളത്തിലാണ്. ഇന്ത്യ മുന്നണി അമിത്ഷാ പാർലമെൻറ്റിലെത്തി ഉത്തരം പറയണം. എന്തിനുത്തരം പറയണം? ഈ പാറ്റകളുടെ പാർലമെൻറ്റ് ജാഥയ്ക്ക് നേരെ പോലീസ് അതിക്രമം നടത്തിയത്രേ, അതിന് സമാധാനം പറയണം. അതിനാരുത്തരവിട്ടു? പ്രധാനമന്ത്രി മാപ്പ് പറയണം തുടങ്ങിയ മറ്റ് ആവശ്യങ്ങളും പിന്നാലെയുണ്ട്. പക്ഷേ പ്രധാന ആവശ്യം അമിത്ഷാ പോലീസ് അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കണം, അതിന് ഉത്തരം പറയണമെന്നുള്ളതാണ്. ഈ പോലീസ് അതിക്രമം എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. ആ ജാഥയിൽ നടന്ന സമരാഭാസങ്ങളും പോലീസുകാരെ ഏത് തരത്തിലാണ് അത്തരത്തിലൊരു പ്രതിരോധ നടപടി എടുക്കുവാൻ ഈ സമരാഭാസക്കാർ നിർബന്ധിതരാക്കിയത് എന്നുള്ളതറിയാം. പക്ഷേ അതിനെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ദില്ലി പോലീസ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കണമെന്നുള്ളത് ന്യായമായൊരു ആവശ്യമാണ്. അത് അമിത്ഷായ്ക്കും അറിയാം. പക്ഷേ ഞങ്ങൾ പറയുമ്പോൾ പാർലമെൻറ്റിലെത്തി അതിന് മറുപടി നൽകണം എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം. അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർലമെൻറ്റിൽ വരും, ഓരോ കാര്യത്തിനും മറുപടി വ്യക്തമായി തന്നെ നൽകിയിരിക്കും. പക്ഷേ അത് ഞാൻ നിശ്ചയിക്കുന്ന സമയത്തായിരിക്കും, നിങ്ങൾ കൽപ്പിക്കുന്ന സമയത്തല്ല. കിരൺ റിജിജുവും അത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് അങ്ങനെ ഉത്തരവിടാനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി പറഞ്ഞിരുന്നു, അവരങ്ങനെ ഉത്തരവിട്ടതല്ല, അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അവരുടെ ഒരു വികാരമാണ് പ്രകടിപ്പിച്ചത്. അത് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കും. ശരി, അറിയിച്ചു. അദ്ദേഹം വരുമെന്നുള്ള കാര്യം ഏതാണ്ട് നിശ്ചയമാണ്. ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം. അമിത്ഷാ വരും, മറുപടി നൽകും. രാഹുൽ ഗാന്ധിയും കൂട്ടരും പതിവ് പോലെ കുറേ ബഹളമുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകും. ഇതെല്ലാം ചട്ടപ്പടി തന്നെ നടക്കും. സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പോലെ തന്നെ നടക്കും. കുറച്ചധികം ബഹളമുണ്ടാക്കുമായിരിക്കും. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് നേരെ വനിതകളെ മുൻനിർത്തി പാഞ്ഞെടുത്തൊരു ആക്രമണ പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ആ രീതിയിൽ ചിലപ്പോൾ ഒരു ആക്രമണ പദ്ധതി അമിത്ഷായ്ക്ക് നേരെ അവർ നടപ്പാക്കിയെന്നും വരും. ഇതെല്ലാം സംഭവിക്കും. ഇതൊന്നുമല്ല പ്രശ്നം. അമിത്ഷാ മറുപടി പറയും. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് എണ്ണി തന്നെ അദ്ദേഹം മറുപടി പറയും. അത് കേൾക്കുവാനുള്ള ഒരു നട്ടല്ലും ശേഷിയും പ്രതിപക്ഷത്തിനുണ്ടോ എന്ന് മാത്രമേ അറിയുവാനുള്ളൂ. ഇല്ല എന്നാണ് അവർ ഇന്നേ വരെ പ്രകടിപ്പിച്ചിട്ടുള്ള അവരുടെ ഒരു പൊതു സ്വഭാവം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രധാന വിഷയം അതൊന്നുമല്ല, നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം. കഥ എന്ന് പറയുന്നത് ടോംസ് എഴുതിയതാണ്. ബോബനും മോളിയിൽ അപ്പി ഹിപ്പി എന്നൊരു കഥാപാത്രമുണ്ട്. ഒരു അലമ്പുണ്ടാക്കി നടക്കുന്ന ഏതാണ്ട് നമ്മുടെ പപ്പുവിനെ പോലെ ഉള്ളൊരു കഥാപാത്രം. ആ കഥാപാത്രവും കഥാപാത്രത്തിൻ്റെ അച്ഛനും തമ്മിൽ ഒരിക്കൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാകും. അച്ഛൻ അയാളെ ഇറക്കി വിടും. ഇയാളുടെ ആവശ്യം, ഇയാൾ പുറത്തിറങ്ങി നാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. ഇയാളുടെ ആവശ്യം, അച്ഛൻ മാപ്പ് പറയാതെ ഞാൻ വീട്ടിൽ കയറില്ല. അച്ഛൻ മാപ്പ് പറയില്ല. ഒടുവിൽ നാട്ടുകാരെല്ലാം അനുനയത്തിന് ശ്രമിച്ച് അച്ഛൻ മാപ്പ് പറയില്ല എന്ന് തീരുമാനിച്ചു. അവസാനം പട്ടിണി കിടന്ന് നട്ടലൊട്ടിപ്പിടിച്ചപ്പോൾ ഇയാൾ തിരികെ വന്നു. എന്നാൽ മാപ്പ് പറയണ്ട, ഞാൻ വീട്ടിലേക്ക് കയറാം എന്നുള്ള ഒരു നിശ്ചയത്തിലെത്തും. അപ്പോൾ അച്ഛൻ പറയും, നീ മാപ്പ് പറഞ്ഞിട്ട് തിരികെ വീട്ടിൽ കയറിയാൽ മതി. ശരി, ഞാൻ മാപ്പ് പറയില്ല, എന്നാൽ വീട്ടിൽ കയറണ്ട, പുറത്തേക്ക് വിട്ടോളൂ. കാരണം ചോറിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒടുവിൽ മാപ്പ് എഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കും. എന്നിട്ട് മാപ്പൊരു കടലാസിൽ എഴുതി നിലത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അച്ഛൻ അത് എടുക്കാൻ കുനിയുമ്പോൾ മുട്ടൊന്ന് മടങ്ങും. അപ്പോൾ അപ്പി ആർത്ത് വിളിക്കും, അച്ഛൻ മുട്ടുമടക്കിയേ, ഞാനിനി വീട്ടിലേക്ക് കയറുവാൻ പോവുകയാണ്. അതേ അപ്പി ഹിപ്പിയുടെ സ്വഭാവം തന്നെയായിരിക്കും മലയാള മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുവാൻ പോകുന്നത്. അമിത്ഷാ ലോക്സഭയിലോ രാജ്യസഭയിലോ എത്തി പപ്പുവിനെയും കൂട്ടരെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് വഴങ്ങി മുട്ടുമടക്കി മോദി സർക്കാർ. അമിത്ഷാ ഒടുവിൽ സഭയിലെത്തുവാൻ നിർബന്ധിതനായി. മറുപടികൾ എണ്ണി പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യശരങ്ങൾ, പപ്പുവും കൂട്ടരും അതിനു മുമ്പേ 6:60 സഭയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. അതൊന്നും അവർ കാണിക്കില്ല, ഇറങ്ങി പോകുന്നതൊന്നും കാണിക്കില്ല. അമിത്ഷാ ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടിയാണ് പറയാൻ ശ്രമിച്ചതെങ്കിലും മല്ലികാർജുൻ ഖർഗെ ആഞ്ഞടിച്ചു, പപ്പു ചവിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിവിടെ അഴിഞ്ഞാടാൻ പോവുകയാണ്. അടിസ്ഥാനപരമായിട്ട് പ്രേക്ഷകർ അപ്പോൾ ഓർക്കേണ്ടത് അപ്പി ഹിപ്പിയുടെ അച്ഛൻ മുട്ടുമടക്കി എന്ന് പറഞ്ഞ ആ സംഭവത്തെയാണ്, അല്ലെങ്കിൽ ആ കഥയാണ്. അതിനു വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് തന്നെയാണ് നടക്കുവാൻ പോകുന്നത്, എഴുതി വെച്ചുള്ളൂ. കാരണം ഇവർക്ക് കൃത്യമായിട്ടറിയാം, ഈ സമരാഭാസത്തിന് നേരിട്ട് ദില്ലി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്തരത്തിലൊരു പ്രതിരോധം ദില്ലി പോലീസ് അന്ന് തീർത്തില്ലായിരുന്നുവെങ്കിൽ ഈ പാറ്റകളെന്ന് പറയുന്ന ഈ സമരാഭാസക്കാർ പാർലമെൻറ്റിനുള്ളിൽ കയറി ആകെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേനെ. ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് തന്നെ വിശ്വസിപ്പിച്ച് നമ്മെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന പാർലമെൻറ്റ് അതല്ല എന്നവർ തെളിയിച്ചതിനെ ആകെ തകർത്ത് തരിപ്പണമാക്കി ആർക്കും കയറി ഇറങ്ങാവുന്ന അസുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്
പാർലമെൻറ്റെന്ന് ബോധ്യപ്പെടുത്തിയതിനെ ലോകത്തെ തന്നെ. ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് നമ്മുടെ പാർലമെൻറ്റിൽ ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുള്ള ചരിത്രമുണ്ട് ഭാരതത്തിന്. ആ അവസരത്തിൽ ഇത്തരത്തിലൊരു നയം ദില്ലി പോലീസ് കൈക്കൊണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. ചിലപ്പോൾ അക്രമങ്ങൾ ഒരു പരിധി വിടുമ്പോൾ നിറയൊഴിക്കുവാൻ പോലീസ് നിർബന്ധിതരായനെ. അതുതന്നെയാണ് പാറ്റകൾക്ക് വേണ്ടിയിരുന്നതും. കുറേ ശവശരീരങ്ങൾ വീഴണം, ആ ശവശരീരങ്ങൾ പൊതിഞ്ഞു കെട്ടി രംഗ് ദേ ബസന്തിയിലെ പാട്ടുമിട്ട്, അത് സാഡ് ട്യൂണിൽ ആ പാട്ടിട്ട് AR റഹ്മാൻ ചിലപ്പോൾ അത് ചെയ്തും കൊടുക്കും. അതിനെ ഒരു പാത്തോസ് ടോണിലാക്കി കൊടുക്കുകയും ചെയ്യും. ശവശരീരങ്ങളുമായി ഊർവലം നടത്തുക, ദില്ലി ചുറ്റുക, വീണ്ടും കുഴപ്പങ്ങളുണ്ടാക്കുക, ആകപ്പാടെ പ്രശ്നങ്ങളുണ്ടാക്കുക. അതായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ അമിത്ഷായുടെ മറുപടി പാർലമെൻറ്റിനുള്ളിലാകുമ്പോൾ അദ്ദേഹം പറയും അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ പെല്ലറ്റ് ഗണ്ണിൻ്റെ പ്രയോഗം സംബന്ധിച്ച് വരെ അന്വേഷണങ്ങൾ നടത്തി ക്ലീൻ ചിറ്റ് നൽകിയതാണ് അത് പ്രയോഗിച്ച ഉദ്യോഗസ്ഥന്. തന്നെയുമല്ല, സുപ്രീം കോടതിയുടെ മുൻപിൽ ഇതിനെ സംബന്ധിച്ചുള്ള പല കേസുകളും പരിഗണനയിലുണ്ട്. സുപ്രീം കോടതിയുടെ വിധി വരാം, അതിനനുസരിച്ച് നടപടികളെടുക്കും. ഇതെല്ലാമായിരിക്കും കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തി അമിത്ഷാ പറയാൻ പോകുന്ന മറുപടികൾ. പക്ഷേ മലയാള മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള മാധ്യമങ്ങളുടെ ന്യൂസ് ഫ്ലോറുകളിൽ അപ്പി ഹിപ്പിയുടെ ആനന്ദ നൃത്തങ്ങളായിരിക്കും നടക്കുന്നത്. നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൊക്കെ അവിടെ അമിത്ഷാ മുട്ടുമടക്കിയത് കേട്ടോ, യുവാക്കളുടെ പോർവിളിയിൽ അമിത്ഷാ ഭയന്ന് വിറച്ച് കേട്ടോ, മോദി മുങ്ങി കേട്ടോ, അമിത്ഷാ വന്നെങ്കിൽ പോലും മോദി വന്നില്ല, അഥവാ മോദി വന്നെങ്കിൽ തന്നെ മോദിയുടെ മുഖത്ത് അമിത്ഷായോടുള്ള പ്രകടമായ നീരസമുണ്ടായിരുന്നു കേട്ടോ, തുടങ്ങിയ അപ്പി ഹിപ്പി ഡാൻസുകൾ നിങ്ങൾക്കവിടെ കാണാം. ഇത് ഒരു പ്രവചനമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അമിത്ഷാ രാജ്യസഭയിലോ ലോക്സഭയിലോ വരുമോ വരില്ലയോ എന്നുള്ളതൊരു ചോദ്യമേ അല്ല. അദ്ദേഹം നിശ്ചയിച്ച സമയത്ത്, അദ്ദേഹത്തിൻ്റെ സർക്കാർ നിശ്ചയിച്ച സമയത്ത്, നരേന്ദ്രമോദി നിശ്ചയിച്ച സമയത്ത് അമിത്ഷാ സഭയിലെത്തിയിരിക്കും, മറുപടികൾ നൽകിയിരിക്കും. പക്ഷേ അപ്പി ഹിപ്പി ഡാൻസുകൾ ഇപ്പോഴേ അതിനുള്ള ഡാൻസ് ചെയ്യാനുള്ള ഡാൻസ് ഫ്ലോറുകൾ, നൃത്തം ചെയ്യാനുള്ള വേദികൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അമിത്ഷാ വരാമെന്ന് കിരൺ റിജിജു സമ്മതിച്ചു, ഒടുവിൽ വഴങ്ങേണ്ടി വരുന്നു, സർക്കാർ വഴങ്ങുകയാണോ, മുട്ടുമടക്കുമോ മോദി സർക്കാർ, തുടങ്ങിയ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ പറയുമ്പോഴും ഒരല്പം സാമാന്യബോധമുള്ള അവരുടെ ആങ്കർമാർ, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന, ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്ന ചില വിശിഷ്ട ജന്മങ്ങളുണ്ട്. അവരിൽ കുറച്ചെങ്കിലും സാമാന്യബോധമുള്ളവർ ഇതെല്ലാം പറഞ്ഞിട്ട്, അമിത്ഷാ കിരൺ റിജിജു ഒടുവിൽ പറഞ്ഞത് അങ്ങനെയാണ്, അപ്പുറത്ത് നിൽക്കുന്നയാളെ ആരാണെങ്കിലും അവരുടെ പേര് വിളിച്ചിട്ട് ആ പേര് വിളിച്ച് പറയാം, അങ്ങനെയാണ് കേട്ടോ എക്സ് അല്ലെങ്കിൽ വൈ, മായ, ഷാനിയൊന്നുമല്ല, ഏഷ്യാനെറ്റിലെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും അമിത്ഷാ എപ്പോൾ എത്തും, എങ്ങനെ എത്തുമെന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല. വരുമോ എന്ന് പോലും അറിയില്ല. FCRA ബില്ല്, കേരളത്തിൻ്റെ പേര് മാറ്റുന്ന ബില്ല്, ഇതെല്ലാം അവതരിപ്പിക്കേണ്ടിയിരുന്നത് അമിത്ഷാ ആയിരുന്നു. പക്ഷേ അമിത്ഷാ ഇന്നും വന്നില്ല. അമിത്ഷാ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റ് മന്ദിരത്തിലുണ്ട് കേട്ടോ എന്ന് പറയും. കാരണം അമിത്ഷാ ദിവസവും പാർലമെൻറ്റ് മന്ദിരത്തിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുമായി അദ്ദേഹം പാർലമെൻറ്റ് മന്ദിരത്തിൽ തന്നെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ ഈ ബഹളങ്ങളൊക്കെ നടക്കുമ്പോൾ കുറേ എണ്ണത്തിനെ ചുരുട്ടിക്കൂട്ടി അറബിക്കടലിൽ കളയുകയോ തിഹാർ ജയിലിൽ അടയ്ക്കുകയോ അങ്ങനെ ചെയ്യേണ്ട കുറേ പ്രക്രിയകളുണ്ടല്ലോ. കാരണം ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ സാധിക്കില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് ഉള്ള കരുനീക്കങ്ങളുമായി അദ്ദേഹം പാർലമെൻറ്റ് മന്ദിരത്തിൽ തന്നെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തിൽ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സഭയിലേക്ക് അദ്ദേഹം എപ്പോൾ എത്തണമെന്നുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും തീരുമാനിക്കും. ആ സമയത്ത് അദ്ദേഹം എത്തിയിരിക്കും, അവിടെ മറുപടികൾ നൽകിയിരിക്കും. പക്ഷേ ഇവിടെ അപ്പി ഹിപ്പി ഡാൻസുകൾ അപ്പോഴും തുടരും. മുട്ടുമടക്കി, പരാജയപ്പെട്ടു, ഞെട്ടിവിറച്ചു, ഓടി രക്ഷപ്പെട്ടു, മതിൽ ചാടി ഓടി, ഈ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു തുടങ്ങിയ സംഭവങ്ങൾ അവിടെ നടക്കും. അത് ചെയ്യുന്നത് പപ്പുവും ND മുന്നണിയും ആയിരിക്കുമെന്ന് മാത്രം. ആ ദൃശ്യങ്ങൾ പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിലോ മറ്റ് മാമകളിലോ മലയാള മാധ്യമങ്ങളിലോ കാണാമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധരിച്ചു കളയരുത്. ഇതൊരു പ്രവചനമാണ്, എഴുതി വെച്ചുകൊള്ളൂ. വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് മാറ്റം വന്നാൽ നിങ്ങൾ എന്നോട് ചോദിച്ചുള്ളൂ, അപ്പോൾ ഞാൻ പറയാം അന്ന് ഇന്ന കാരണം കൊണ്ടായിരുന്നു. നമ്മുടെ ഈ മലയാള മാധ്യമങ്ങളോ അല്ലെങ്കിൽ പപ്പുവോ പറയുന്ന ഉരുണ്ടുകളി തന്നെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അമിത്ഷാ സഭയിലെത്തുന്നത് എപ്പോഴായിരിക്കും, അദ്ദേഹത്തിൻ്റെ സമയത്തിന് വരുന്നത് ശരിയായൊരു നടപടിയാണോ, ഈ ND മുന്നണിയുടെ ആവശ്യങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, ദില്ലിയിലെ അക്രമ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം
വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.